കൂടെ ഉണ്ടാവണം, അനുഗ്രഹിക്കണം. ഏത് കാര്യത്തിലും കൂടെ ഉണ്ട്. വോട്ട് ഏത് കാര്യത്തിലും ഉണ്ട്. ഇനി ആരെന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഇത് ചലിക്കുന്നൊന്നുമല്ല. ഞാൻ പഠിപ്പിച്ച കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. അന്നോട്ട് വിപിനെ അറിയാം. വിപിന് രാഷ്ട്രീയത്തിലൊക്കെ അന്നോട്ടെ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. പിന്നെ എല്ലാ കഴിവുകളും ഉള്ള ആളാണ്. നല്ലൊരു ജനനായകനായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ യുവാക്കൾക്ക് വലിയ പ്രാധാന്യമാണ്. പത്തനംതിട്ട കോന്നി, അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ കോന്നി ഡിവിഷനിൽ മത്സരിക്കുന്ന AISFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബിബിൻ എബ്രഹാമാണ്. ബിബിനെ നമ്മളിപ്പം വീടുകളിൽ കാണുമ്പോൾ വലിയ സ്വീകാര്യതയാണ്. യുവാവെന്ന രീതിയിൽ മത്സരിക്കുകയാണ്. എന്താണ് ആളുകളൊക്കെ പറയുന്നത് ഇപ്പോൾ? തീർച്ചയായും LDFിൻ്റെ പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം ഓരോ വീടുകൾ കയറിയപ്പോൾ നമ്മളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും സമയമെടുത്തിട്ടാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 9 വർഷം ഇവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂരിപക്ഷം എത്രയാണ് എന്ന് മാത്രം നോക്കേണ്ടതായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഓരോ വീടുകളിലും നമുക്ക് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും ഓരോ വീടുകളെയും നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഓരോ വീടുകളും കയറുമ്പോൾ മനസ്സിലാകുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. AISFിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. AYFിലുണ്ടായിരുന്ന സജീവ പ്രവർത്തകൻ. ഇതൊക്കെ ഒരു അനുഭവ സമ്പത്ത് കരുത്ത് പകരുന്നില്ല ഇപ്പോൾ ഇതിലേക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ? തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങുന്ന മണ്ണാണ് കോന്നി എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ നിന്നാണ് അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഞാൻ കടന്നു വരുന്നത്. തീർച്ചയായും ആ വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയതുകൊണ്ട് തന്നെ സ്കൂളിലും കോളേജിലും ഇതിൻ്റെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനായി നിൽക്കുവാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയായി നമ്മൾ നേരിടുമ്പോൾ അതിനൊരു തുടക്കക്കാരൻ എന്നതിലപ്പുറം നമുക്ക് നമ്മുടെ സംഘടനാപരമായി തന്ന കരുത്തും ബലവും വളരെ വലുതാണ് എന്നാണ് പറയാനുള്ളത്. ആവേശമാണോ? വളരെ സന്തോഷവും വളരെ ആവേശവുമാണ്. ഇത് ഇപ്പം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ കണ്ടു കാണുമല്ലോ. വളരെ കഠിനമായ ജോലി ചെയ്താണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥികളുടെ കൂടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ സ്ഥലത്തെ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, LDFിൻ്റെ സ്ഥാനാർത്ഥി കൂടിയുണ്ട്. നിങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്യിക്കുകയാണ്. എങ്ങനെയുണ്ട്? എത്രത്തോളം തിരഞ്ഞെടുപ്പ് ആവേശം? ഒരുപാട് ആവേശത്തോടെയാണ് ഞങ്ങൾ ഇന്ന് കയറിയിരിക്കുന്നത്. വിപിനോട് കൂടിയാണ് ഇന്ന് കയറിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ വീടുകളിലും നല്ല സ്വീകാര്യതയുണ്ട് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും LDF വലിയ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണയുള്ളത്. ക്യാമറമാൻ അമൽ സിദ്ധത്തോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.